പ്രിയമുള്ളവരെ, അതിവാശിയേറിയ സൂചിയിൽ നൂലുവെരുപ്പ് മത്സരമാണ് ഈ ഫ്ലോറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സൂചിയിൽ നൂല് കോർക്കലായിരുന്നോ? ഞാൻ നൂലില് സൂചി കോർത്തോണ്ടിരിക്കായിരുന്നു. കയ്യിലെന്ന് വെച്ച് കുത്തി ചോരയൊന്നും ആക്കല്ലേ, കളക്കപ്പെടുത്തരുത് ഫ്ലോർ. മാഡം വരണം മാഡം, ഇത് ഇവരോട് എല്ലാരോടും കറക്റ്റ് ആയിട്ട് ചോദിക്കണം. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതിപ്പോ കയറി ഇപ്പൊ കഴിയും. എപ്പോ കഴിപ്പിക്കല്ലേ, ഇത് ഒരു കണക്കിന് ചെയ്തോണ്ടൊരു മൈൻഡ് ഇടയ്ക്കൊന്നും. ഇവനാണ് പ്രശ്നക്കാരൻ മാഡം, ഇവൻ മാത്രമാണ് ഇത് പ്രശ്നക്കാരൻ. കേരളത്തിൽ സൂചിയിൽ നൂല് കോർക്കണ വലിയ ഇത്രയും ക്രിമിനൽ കുറ്റമാണ്. നീ വെച്ച് നേരെ തിരിച്ചാണ് ഇത്രയും നേരം ചെയ്തോണ്ടിരുന്നത്. നീ ഒന്നും ചെയ്യും. ഇല്ല, എനിക്ക് പറ്റത്തില്ല. പ്രിയ സുഹൃത്തുക്കളെ, ലെൻസ് വെക്കാണ്ട് കണ്ണ് കാണാതെ അതാ ഡയാന ഹമീദ് നൂല് സൂചിയിൽ കോർത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പ്രായമൊന്നുമല്ല എന്ന് പറഞ്ഞ് തിമിരം ബാധിച്ചാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന നോബി മാർക്കോസ്. നോക്കൂ, ഇതൊന്നുമല്ല, ഞാനേ നാറിയാൻ കൊണ്ടുപോകും. സൂപ്പറായിട്ട് അണ്ണൻ പോക്കറ്റിൽ എനിക്ക് കിട്ടി. എല്ലാവർക്കും കിട്ടിയോ? ചേട്ടന് കിട്ടിയില്ല. എല്ലാവർക്കും കിട്ടിയല്ലേ? എന്നാ എല്ലാരും ഒരു സൈഡിലേക്ക് പോയി. കിട്ടിയവരൊക്കെ ഒരു സൈഡിലേക്ക് മാർക്കേ. റെഡിയാണോ മാഡം? കൂടെ രണ്ടുപേര് തകർത്തിയായിട്ട് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയും കൂടെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. ഹലോ, സ്റ്റിച്ച് ചെയ്ത് മതി. പ്രിയ സുഹൃത്തുക്കളെ, നൂലില്ലാണ്ട് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്ന ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ചേച്ചിയുടെ പേര്? ശാരികേ, നിന്നെ കാണാൻ താരകം താഴെ വന്നു. ആശംസകൾ നമുക്ക് കൊടുക്കാം. ചേച്ചിയുടെ പേര് എങ്ങനെയാ? സരിത. ഇങ്ങനെയാണെന്നറിയില്ല, സോറി. റെഡി? ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യുന്നത്? പൊളിക്കും. നല്ലൊരു കൈഡി കൊടുക്കണം. അപ്പൊ ചേച്ചി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററി ചാർജ് ആവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാരും ചിരിക്കണം. അതായത് ചിരിക്കൂട്ടവും നാട്ടുകൂട്ടവും നമ്മുടെ പ്രമാണിയും ചിരിക്കുന്നതിനനുസരിച്ചായിരിക്കും ബാറ്ററി ചാർജ് ആവുക. ഓക്കെ? ആ ചാർജ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ നേടാൻ പറ്റും. ചിരിക്കാതെ തമാശ ഉണ്ടാവണേ. ഞങ്ങൾ ഞാനും അഖിലും ആത്മാർത്ഥ ചിരിക്കും. ഇവരെ കാര്യം ചെറിയ ഡൗട്ടാണ്. എന്നാ ഞാൻ ബാറ്ററി ആക്ടിവേറ്റ് ചെയ്യാൻ പോണേ. ആക്ടിവേറ്റ് ബാറ്ററി പ്ലീസ്. ചേച്ചി അക്കരെ ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവരെ കൊണ്ട് തോറ്റെന്റെ ദൈവമേ. ഹലോ, അതെ, നിങ്ങൾ 5 മിനിറ്റ് ഒന്നും മിണ്ടാണ്ടിരിക്കൂ. മിണ്ടത്തില്ല. എന്നെ വിളിച്ച് മിണ്ടാതിരിക്കാൻ പറ. നീ ആരാടാ? അതെ, ഞാൻ ഇവിടുത്തെ അണ്ടിയാറ്റീസിലെ മുതലാളിയാണ്. നിങ്ങളുടെ ഈ ബഹളം കാരണം ഇവിടുത്തെ സൈറത്തിന്റെ ശബ്ദം പുറത്ത് ഇവിടെ ഇന്ന് ഞാൻ തുടങ്ങിയ നിങ്ങളെ കേക്കണം. ചേച്ചി, ഇവളിവിടെ ഒന്നുമില്ലാതെ നിക്കുവായിരുന്നു. എങ്ങോട്ട് കയറി പോവാ? അവളിവിടെ പണി ഒന്നുമില്ലാതെ നിക്കുവായിരുന്നു. അവളെ ഇവിടെ പിടിച്ചിരുത്തി തയ്യൽ പഠിപ്പിച്ച്. പിന്നെ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി നോബിയണ്ണ എന്തോന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഭ്രാന്തണ്ണ. കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നാ പറഞ്ഞേ. ഇവളെ ഇവിടെ പിടിച്ചിരുത്തി തയ്യൽ പഠിപ്പിച്ച് ഞാൻ കളിക്കുന്ന സ്റ്റെപ്പ് കണ്ടുപഠിച്ച് അവള് പുതിയ ട്രൂപ്പ് തുടങ്ങിയേക്കുന്നു. കണക്കായി പോയി. ട്രൂപ്പ് തുടങ്ങിയെങ്കിൽ ഞാൻ പോവുക. ഞാൻ ഇവിടുന്ന് പോവുക. ഇനി എന്നാ എന്റെ രാജ ചുരിദാർന്നാ പിടിച്ചോ. അങ്ങനെ നിന്നെ ഞാൻ വിടത്തില്ലടി. ഇന്നാട് നിന്റെ അപ്പോയിന്റ്മെന്റ് നിക്കറ്. ഇത് നിങ്ങളുടെ കെട്ടിയനുണ്ട്. എനിക്ക് തരാനുള്ള പൈസ തരാതെ നിന്നെ ഇവിടെ ഞാൻ വിടത്തില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടടി. വിജയമ്മ. ഞാൻ ആദ്യമായിട്ടാ തുമ്മല് വൻ വിജയ ഒന്ന് കേൾക്കുന്നു. എന്റെ പേരാ പറഞ്ഞത്. വിജയമ്മ. അല്ല, കൈകൊട്ടിക്കളി മോഷണം പോയെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒരു കേസ് വന്നായിരുന്നല്ലോ. അതാരാ വന്നേ? ഞാനാ സാർ, രാജ. എന്റെ പാട്ടാ സാർ ഇവിടെ അടിച്ചു മാറ്റിയത്. നിർത്തടി, നീ വെറും രാജയല്ലേ, ഇളയരാജയൊന്നും അല്ലല്ലോ. സംഗീതം മോഷണം പോയെന്നും പറഞ്ഞ അവളൊരു കേസ് കൊടുത്തേക്കുന്നു. എന്തിനാ അടിച്ചിരിക്കുന്നേ? ഒന്നുമില്ല സാറേ, എനിക്ക് ഇച്ചിരി
ക്രിമികടികൾ കണ്ടിട്ടുണ്ട്. എന്നാ ബീജിട്ടുള്ള ഒരു ക്രിമികടി കാണുന്നത്. എന്നെ കൈകൊട്ടിക്കളി ഇവളോ സാറേ. VN വിജയമ്മ നോക്ക് നിക്കേ. നിരാലംബയായ സാധാരണപ്പെട്ട ഒരു പെണ്ണ് കുഞ്ഞിനെ തല്ലിയിരിക്കുന്നു. ഈ പാവപ്പെട്ട കുഞ്ഞിനെ തല്ലിയതിന് കേരള പോലീസ് ചോദിക്കും. മോളെ, കേരള പോലീസ് കൂടെയുണ്ട്. മാറി നിക്കണ ഇങ്ങോട്ട്, മാറി നിക്കാൻ. നല്ല പോലെ വരുന്നായിരുന്നു. എന്ത് പറ്റി? വരുന്നില്ല. ഇതാണോ മാഡം ഉദ്ദേശിച്ചത്? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും പവർ ഇല്ലായിരുന്നു സാർ. ഞാൻ വെറും ഒരു പാവമാണ്, ആരെയും ദ്രോഹിക്കാത്ത ഒരു പിന്നീട്. അതാണോ കുറച്ചു മുമ്പ് ഞാൻ അവിടെ കണ്ടത്? പാമ്പഴയുന്ന പോലെ ഇളയുന്ന പോലെ ഒരു ഇത്. സാറേ, എന്താ നിങ്ങളുടെ പ്രശ്നം? പറ സാറേ. പറ. എനിക്ക് ഇച്ചിരി നിന്റെ പാട്ടുകൂത്ത് കാണാമെന്നല്ല സാറേ. മിണ്ടിപ്പോരുത്. നീ പറ. എന്റെ പൊന്ന് സാറേ, ഇവർക്കൊരു ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങൾക്ക് ഒരു കൈകൊട്ടിക്കളി ട്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിലെ പാട്ടും ഡാൻസോ ആയി ഇവിടെ അടിച്ചു മാറ്റി പോലെ ട്രൂപ്പ് ഉണ്ടാക്കി. എനിക്ക് ഇന്നൊരു തീരുമാനം. ഈ ട്രൂപ്പ് എന്റെ ആണോ ഇവളുടെ ആണോ? ഇന്നൊരു തീരുമാനം അറിയിക്കാം. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ കിളവിക്ക് ഈ ട്രൂപ്പ് എടുക്കാം. അയ്യോ, എനിക്ക് വേണ്ട. ആ ചേച്ചിക്ക് കൊടുത്തേക്ക്. എനിക്ക് വേണ്ട, ആ തളക്ക് തന്നെ കൊടുത്തോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടല്ലോ? വേണ്ട. എന്നാ എനിക്ക് വേണം. അതെന്തിനാ സാറേ? കേരള പോലീസിന് കൈകൊട്ടിക്കളി ഒരു ട്രൂപ്പ് ഉണ്ടെങ്കിൽ പുളിക്കുവോ? സൂപ്പർ. ഡാൻസ് കളിച്ചതിന്റെ കരുത്തിലാണോ അതോ കിറ്റ് അടിപൊളിയതിന്റെ കരുത്തിലാണോ? തെറ്റിപ്പോയോ? ഞങ്ങൾക്ക് തെറ്റുന്നത് മനസ്സിലായില്ലെന്നോ? നന്നായിരുന്നു. അതെ, ഇത് സ്കിറ്റ് അറിയാവുന്ന ചേച്ചിക്കല്ലേ? എന്തേന്ന് വലിയ വിഷമം വല്ലതും ഉണ്ടായിരുന്നോ? ഞങ്ങളാ കേക്കട്ടെ, പറ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്ക്. എന്നിട്ട് തെറ്റിപ്പോയോ? ഇല്ല, പോയില്ല. പോന്ന് പേടിയായിരുന്നു. എവിടെ പോവുന്നു? തെറ്റോ? എന്നിട്ട് എന്ത് പറ്റി? ടെൻഷനായിരുന്നു. ഇപ്പൊ ടെൻഷൻ പോയില്ലേ? വലിയൊരു കൈ. ആ ക്രൂ മെമ്പേഴ്സ് ഒക്കെ എല്ലാരെയും നോക്കിക്കേ, നമ്മളെ മാത്രല്ല, അവിടെ എല്ലാരെയും കണ്ടോ? എന്നാ എല്ലാരും എന്നാ ചെയ്യുന്നേ? കൈയടിക്കുന്നതാണോ? അതിന്റെ മീനിങ് എന്നാ? നല്ലതാണ്. ആ അല്ല, ഇവിടെ വരുന്നതിന് മുമ്പേ ആരെങ്കിലും കളിയാക്കോ വല്ലതും ചെയ്ത്? ഓ, ഒത്തിരി കളിയാക്കലുണ്ട്. ആരാ? വീട്ടിൽ നിന്നാണോ കളിയാക്കിയ? പുറത്തും എല്ലായിടത്തും. എന്തിനാ? എന്റെ പല്ലിങ്ങനെ ഇരിക്കുന്നു. പല്ലിന് എന്താ കുഴപ്പം? ചേച്ചി പല്ല് നേരെ ഇരിക്കുന്ന എത്ര പേര് ഇതുപോലത്തെ ഈ ഫ്ലോറിൽ വന്നെന്ന് ചേച്ചി തിരിച്ചിന് കാണിച്ചു കൊടുക്കും. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യല്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. എന്തിനു? എല്ലാരും പറയും നിന്റെ ഫോട്ടോ ചില്ല് ഇടാൻ പറ്റത്തില്ല, പൊട്ടിപ്പോ. ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല ചില്ല്. അത് പഴയ കോമഡിയാണ് ചേച്ചി. ഒരു കല്ലെടുത്തെറിഞ്ഞു കൊടുക്കും. അപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര, പക്ഷെ എനിക്കിങ്ങനെ വരാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഞാനും എന്റെ കൊതി കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരെ പോയിട്ടുണ്ട് ഒത്തിരി. പിന്നെ ഇവര് ജീനാമയെ പരിചയപ്പെട്ടു. ഞാൻ ജീനാമനെ എവിടുന്ന വഴിന്ന് കിട്ടിയോ? അല്ല, ഞങ്ങളൊരു ജീനാമയെ കണ്ടല്ല പരിചയം. ജീനാമ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്താ നമ്മള് ഒരു പരസ്യം. അതെ. അപ്പൊ കേക്കട്ടെ, അപ്പൊ ജീനാമനെ കണ്ടുപിടിച്ച എവിടുന്നാ? ഇവരൊരു നാടകത്തിന്റെ തിയേറ്റർ ഡ്രാമ തുടങ്ങിയപ്പോ അവരെന്നെ വിളിച്ച്, അങ്ങനെ ഞാൻ ചെന്ന് ഞങ്ങൾ 2-3 സ്റ്റേജ് ചെയ്ത്. ഇപ്പൊ ചെയ്യുന്നില്ല. അങ്ങനെ ജീന പരിചയപ്പെട്ട് എനിക്ക് ഇവളെ പരിചയപ്പെടുത്തുന്നത് വേറൊരു കോമഡി ഒക്കെ ചെയ്യുന്ന ഞങ്ങള് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് 3 പേർക്കും ആഗ്രഹമുണ്ട്, നമുക്ക് 3 പേർക്കും ഓരോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴേ ഇവക്ക് ഇവിടുത്തെ
കോള് വരുന്നേ ആ നമ്മുടെ ഇതിന്റെ ഓഡിഷന്റെ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ ഓഡിഷൻ വന്നത്. ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് ചെയ്ത ആരാ സ്ക്രിപ്റ്റ് ഒക്കെ? ഞങ്ങൾ കൊണ്ടുവന്ന്, പക്ഷെ അത് എല്ലാം മാറ്റി ഞങ്ങൾ റെഡിയാക്കി തന്നത് വിഷ്ണു ആണ്. ഓ വെരി ഗുഡ് വിഷ്ണു. അതെ, ഇല്ലല്ലോ ഒന്ന് വരാമോ, ഒന്ന് വരാമോ? കണ്ണാടിയിലൂടെ വിഷ്ണു ഗോപാൽ. അപ്പൊ ഇവര് കൊണ്ടുവന്ന സാധനത്തിനെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. അങ്ങനെയാണ് അല്ലെ? പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നോ വിഷ്ണു കൂടെ? ഈ സ്കിറ്റ് ഇരുന്ന് പറഞ്ഞു കളിച്ചാൽ ഇത് വർക്കൗട്ട് ആവില്ല. അപ്പൊ ഞാൻ ഇരുന്ന് ഇവർ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇരുന്ന് പറഞ്ഞു കളിക്കായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു നിന്ന് കളിച്ചാൽ ഇത് വർക്കൗട്ട് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് പോകുമ്പോഴത്തേക്ക് വേറെ ദൂരെ എന്നാലും എന്നെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. പ്രാക്ടീസ് ചെയ്തു, ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, കഷ്ടപ്പെട്ട് കളിച്ചെടുത്ത സ്കിറ്റാണ്. ശരി, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, ഇവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ആ സൂപ്പർ. അപ്പൊ ചേച്ചി എന്ത് പറയുന്നു? നമ്മുടെ ബാറ്ററി നമുക്ക് കാണാനുള്ള ടൈം ആയിരിക്കാന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമേ, ബാങ്ക് ഇങ്ങോട്ടേക്ക് വരുവാണല്ലോ. ഏറ്റവും സന്തോഷം എന്താ അറിയോ, നിങ്ങൾ 3 പെണ്ണുങ്ങള് സൂപ്പർ എനർജി ആയിട്ടാണ് പെർഫോം ചെയ്തത്. സൂപ്പർ. ഓക്കെ, അപ്പൊ എത്രയാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ? ടെൻഷൻ ആവുന്നില്ല കർത്താവേ, സത്യം. ശരി, നമുക്ക് എന്തായാലും ബാറ്ററി നോക്കാം. എത്രത്തോളം ബാറ്ററി ചാർജ് ആയെന്നുള്ള നോക്കാം. അങ്ങോട്ടേക്ക് നോക്കിക്കോ, നമ്മുടെ പെൻ പടകൾക്ക്. ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ഇത്രയും പോലെ ഉദ്ദേശിച്ചു. എടുക്കണോ, തിരിച്ചെടുക്കണോ? വേണ്ട, കുറച്ചെടുക്കട്ടെ. അല്ല, ഉദ്ദേശിച്ചത് എത്രയായിരുന്നു? ബാക്കി നമുക്ക് എടുക്കാം. അറിയത്തില്ല എങ്ങനാന്ന്, എങ്ങനാന്ന് അറിയത്തില്ല. എനിക്കൊരു നമ്പർ കിട്ടിയിട്ട് ഞാൻ അവരുടെ അക്കൗണ്ടിൽ ഇത് അയക്കാൻ പോവാണ്. 2000 and ഇതാ കിട്ടിയിരിക്കുകയാണ്. സന്തോഷായില്ലേ? ഓക്കെ, 20,000 rupees. കൺഗ്രാറ്റുലേഷൻസ്. ഇത് അടുത്ത പ്രാവശ്യം ഡബിൾ ട്രിപ്പിൾ ആക്കണം. പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പല്ലിന്റെ കാര്യം എന്താണ് പറഞ്ഞ? ഇത് ഇച്ചിരി കൂടെ പൊങ്ങിയായിരുന്നു. അപ്പൊ നമുക്കൊരു സെൽഫി എടുത്താലോ? അതെ, തിരിച്ചോ. ഇനി ആ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നത്? സുന്ദരി സുന്ദരി സുന്ദരിയാണ്, എല്ലാരും സുന്ദരിയാണ്.